ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് 3 സ്കീമ ആർക്കിടെക്ചർ വരെയായിരുന്നു. അപ്പം അതിനോട് കൂടെ തന്നെ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. 3 സ്കീമ ആർക്കിടെക്ചർ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു 3 ലെവൽസ് അല്ലെങ്കിൽ 3 സ്കീമയിലൂടെയാണ് നമ്മൾ DBMSന്റെ ആർക്കിടെക്ചർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ 3 സ്കീമുകളാണ് ഓരോ ലെവലിലും യൂസ് ചെയ്യുന്നത്. ഒരു സ്കീമിൽ നിന്ന് മറ്റൊരു സ്കീമിലോട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? മാപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് സ്കീമുകൾ തമ്മിൽ അല്ലെങ്കിൽ 2 ലെവൽസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിക്വസ്റ്റ് റെസ്പോൺസ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മാപ്പിംഗ് യൂസ് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഡേറ്റ ഇൻഡിപെൻഡൻസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് യൂസിംഗ് ദ 3 സ്കീമ ആർക്കിടെക്ചർ. Data independence refers characteristics of being able to modify the schema at one level of the database system without altering the schema at the next higher level. അപ്പോൾ ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്നൊരു ഡെഫിനിഷൻ ഇതാണ്. അതായത് നമ്മൾ പറഞ്ഞു മാപ്പിങ്ങിനകത്ത് നമ്മൾ ഓരോ ലെവലിൽ നിന്നും മറ്റൊരു ലെവലിലേക്ക് റിക്വസ്റ്റ് റെസ്പോൺസ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഹയർ ലെവലിലുള്ള സ്കീമാനെ ചേഞ്ച് ചെയ്യാതെ നമുക്ക് സബ് ലെവലിലുള്ള സ്കീമ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഹയർ ലെവലിലുള്ള സ്കീമയ്ക്ക് നമുക്ക് മാറ്റം വരുത്താതെ തന്നെ ലോവർ ലെവലിലുള്ള സ്കീമ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ആ ലോവർ ലെവലിലെ സ്കീമയ്ക്ക് നമ്മൾ മാറ്റം വരുത്തുന്നത് ഹയർ ലെവലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും ഡേറ്റ ഇൻഡിപെൻഡൻസ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. നമ്മുടെ മാപ്പിംഗും എത്ര ടൈപ്പ് ആയിരുന്നു? 2 ടൈപ്പ് ആയിരുന്നു അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസും ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസും. ഫസ്റ്റ് വൺ, ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് refers characteristics of being able to change the conceptual schema without having to change the external schema. ഇവിടെ അപ്പം ഏതൊക്കെ ലെവൽ തമ്മിലാണ് മാപ്പിംഗ് നടക്കുന്നത്? എക്സ്റ്റേണൽ ഓർ കോൺസെപ്ച്വൽ മാപ്പിങ്ങിനകത്താണ് നമ്മുടെ ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ടാവുന്നത്. അതായത് കോൺസെപ്ച്വൽ സ്കീമ നമുക്ക് ചേഞ്ച് ചെയ്യാം. ആർക്ക് ചേഞ്ച് വരുത്താതെ? എക്സ്റ്റേണൽ സ്കീമയ്ക്ക് ചേഞ്ച് വരുത്താതെ. എക്സ്റ്റേണൽ സ്കീമയ്ക്കകത്ത് വരുന്ന ഡീറ്റെയിൽസ് എന്താണ്? യൂസർ വ്യൂസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അല്ലെങ്കിൽ യൂസറിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എക്സ്റ്റേണൽ സ്കീമയ്ക്കകത്ത് സേവ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതേസമയം കോൺസെപ്ച്വൽ സ്കീമയ്ക്കകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്താണ്? ഡേറ്റയുടെ ഡീറ്റെയിൽസ്. എന്ത് ഡേറ്റയാണ്, എന്ത് ടൈപ്പ് ഡേറ്റയാണ്, കൺസ്ട്രെയിൻസ്, ആട്രിബ്യൂട്ടുകൾ അല്ലെങ്കിൽ എൻറ്റിറ്റിയുടെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കോൺസെപ്ച്വൽ സ്കീമയ്ക്കകത്ത് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഡേറ്റകൾക്ക് നമുക്ക് ചേഞ്ച് വരുത്താം. ആർക്ക് ചേഞ്ച് വരുത്താതെ? എക്സ്റ്റേണൽ സ്കീമയ്ക്ക് ചേഞ്ച് വരുത്താതെ. അപ്പൊ ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. കോൺസെപ്ച്വൽ സ്കീമ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു, എക്സ്റ്റേണൽ സ്കീമയ്ക്ക് ചേഞ്ച് വരുത്താതെ. അതാണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചു വെക്കണം. അടുത്ത പോയിന്റ്, ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ എക്സ്റ്റേണൽ ലെവൽ ഫ്രം ദ കോൺസെപ്ച്വൽ വ്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, കോൺസെപ്ച്വൽ ലെവലിനെയും എക്സ്റ്റേണൽ ലെവലിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് യൂസ് ചെയ്യുന്നത്. If we do any changes in the conceptual view of the data, then the user view of the data would not be affected. നമ്മൾ പറഞ്ഞല്ലേ, കോൺസെപ്ച്വൽ സ്കീമയ്ക്കകത്ത് വരുന്ന ഡേറ്റകൾക്ക് പല പല ഡേറ്റകളാണ് വരുന്നത്. എന്ത് ഡേറ്റയാണ്, എന്ത് ടൈപ്പാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചേഞ്ച് വരുത്തിയാലും നമ്മുടെ യൂസർ സ്കീമാനെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്കീമാനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ഒക്വേഴ്സ് അറ്റ് ദ യൂസർ ഇന്റർഫേസ് ലെവൽ. ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ഒക്വർ ചെയ്യുന്നത് നമ്മുടെ കോൺസെപ്ച്വൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മാപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഏത്? ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഡേറ്റ ഇൻഡിപെൻഡൻസിനകത്ത് രണ്ടാമത്തെ കാറ്റഗറിയാണ് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. Physical data independence can be defined as the capacity to change the internal schema without having to change the conceptual schema. ഇപ്പൊ ഇവിടുത്തെ നോക്കിയേ, ഓരോ ലെവലിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഡേറ്റ ഇൻഡിപെൻഡൻസിലോട്ട് വരുമ്പോഴും അവിടെ വരുന്ന സ്കീമുകൾക്ക് വ്യത്യാസമുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇവിടെ നോക്കിയേ, അവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇന്റേണൽ സ്കീമ ചേഞ്ച് ചെയ്യുന്നു. ആർക്ക് ചേഞ്ച് വരുത്താതെ? കോൺസെപ്ച്വൽ സ്കീമയ്ക്ക് ചേഞ്ച് വരുത്താതെ. അതായത് നമ്മൾ
ലോവർ ലെവലിലുള്ള സ്കീം നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത ഹയർ ലെവലിലെ സ്കീമയ്ക്ക് ചേഞ്ച് വരാതെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്റേണൽ സ്കീമയ്ക്കാണ് ചേഞ്ച് വരുത്തുന്നതെങ്കിൽ ഇന്റേണൽ സ്കീമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹയർ ലെവൽ ഏതാണ്? കോൺസെപ്ച്വൽ ലെവലാണ്. അപ്പൊ അവിടുത്തെ കോൺസെപ്ച്വൽ സ്കീമയ്ക്കാണ് നമ്മൾ ചേഞ്ച് വരുത്താത്തത്. അപ്പൊ ഇത് ഇന്റേണൽ കോൺസെപ്ച്വൽ മാപ്പിങ്ങിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. If we do any changes in the storage size of the database system server, then the conceptual structure of the database will not be affected. അതായത് ഇന്റേണൽ സ്കീമയ്ക്കകത്ത് നമ്മൾ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡേറ്റാബേസിനകത്തെ ഡേറ്റയുടെ ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചർ ആണ് നമ്മൾ അവിടെ സേവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിന് നമ്മൾ മാറ്റം വരുത്തിയാലും കോൺസെപ്ച്വൽ സ്കീമയ്ക്കകത്തെ ഡേറ്റയെ അത് അഫക്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് കോൺസെപ്ച്വൽ ലെവൽസ് ഫ്രം ദ ഇന്റേണൽ ലെവൽസ്. അപ്പൊ ഏതൊക്കെ ലെവലുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്? നമ്മുടെ കോൺസെപ്ച്വൽ ലെവലിനെയും ഇന്റേണൽ ലെവലിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് യൂസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, വി മേ ചേഞ്ച് ദ കോൺസെപ്ച്വൽ സ്കീമ ടു എക്സ്പാൻഡ് ദ ഡേറ്റാബേസ് ബൈ ആഡിംഗ് എ റെക്കോർഡ് ടൈപ്പ് ഓർ ഡേറ്റ ഐറ്റം ടു ചേഞ്ച് കൺസ്ട്രെയിൻസ് ഓർ ടു റെഡ്യൂസ് ദ ഡേറ്റാബേസ് by removing a record type or data item. അപ്പൊ നമ്മൾ ചേഞ്ച് വരുത്തുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ഒക്വേഴ്സ് അറ്റ് ദ ലോജിക്കൽ ഇന്റർഫേസ് ലെവൽ. ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ഒക്വർ ചെയ്യുന്ന ലെവൽ ഏതാണ്? ലോജിക്കൽ ഇന്റർഫേസ് ലെവൽ അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ലെവലിലാണ് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ഒക്വർ ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു ഫിഗർ ആണ് തന്നിരിക്കുന്നത്, ഡേറ്റ ഇൻഡിപെൻഡൻസിന്റെ ഫിഗർ. നമ്മുടെ 3 സ്കീമ ആർക്കിടെക്ചറിനകത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഫിഗർ പഠിച്ചായിരുന്നു അല്ലെ, 3 ലെവൽ ആർക്കിടെക്ചറിനകത്ത്. അപ്പൊ അതിനകത്ത് തന്നിരിക്കുന്ന 3 ലെവൽസ് ആണ് ഏതൊക്കെ? എക്സ്റ്റേണൽ ലെവലും ലോജിക്കൽ ലെവലും ഫിസിക്കൽ ലെവലും. അപ്പൊ നോക്കിയാൽ ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസും ഉണ്ട്, ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസും ഉണ്ട്. ഇപ്പൊ ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് നടക്കുന്നത് ആർക്കൊക്കെ ഇടയിലാണ്? എക്സ്റ്റേണൽ ലെവലിനും അതുപോലെ തന്നെ ലോജിക്കൽ ലെവൽ അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ലെവലിനും ഇടയ്ക്കാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് നടക്കുന്ന എവിടെയാണ്? ലോജിക്കൽ ലെവലിനും ഫിസിക്കൽ ലെവലിനും ഇടയ്ക്കാണ് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ടാവുന്നത്. ഇനി സ്റ്റോർഡ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഒറിജിനൽ ആയിട്ടും ഡേറ്റാബേസിനകത്ത് ഡേറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിസിക്കൽ മീഡിയം എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഏത്? ഇന്റേണൽ ലെവൽ എന്ന് പറയുന്നത്. ലോജിക്കൽ ലെവൽ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് കോൺസെപ്ച്വൽ ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടും ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് ലോവർ ലെവലിലെ ഡേറ്റ സ്കീമ നമ്മൾ ചേഞ്ച് വരുത്തുന്നു, ഹയർ ലെവലിലെ ഡേറ്റ സ്കീമനെ അഫക്ട് ചെയ്യാതെ. ഇനി താഴെ തന്നിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിനകത്തെ നോട്ടാണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മളിപ്പോൾ പറഞ്ഞു പോയത് പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ടാണ്. ഈ താഴെ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിനകത്തെ നോട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ 2 നോട്ടിനകത്ത് ഏത് വേണമെങ്കിലും ആ PDF-നകത്ത് എഴുതാം. രണ്ടും പഠിക്കുമ്പോൾ ഫിഗറും കൂടെ കൂട്ടി വേണം പഠിക്കാനെന്ന് മാത്രം. അപ്പൊ ഇതാണ് 3 സ്കീമ ആർക്കിടെക്ചർ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആ കൂടെ എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഡേറ്റ ഇൻഡിപെൻഡൻസും കൂടെ എന്താന്നുള്ള കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യുക.